ഹായ്, അപ്പം വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് കോഡിങ്സ്. ഇറ്റ്സ് ഫിയാസ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു വെബ്സൈറ്റ് എന്നും വെബ്സൈറ്റിന് എന്തൊക്കെ കോമ്പണൻസ് ആണ് വേണ്ടതെന്നുള്ളതും സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രധാന സംഭവമായിട്ടുള്ള ഡൊമെയിൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് നമ്മൾ വാങ്ങാൻ പോകുന്നത് ഇത് justcodings.com ആണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് കടക്കാം. സോ നമുക്കിവിടെ വെബ്സൈറ്റ് കയറി ഗൊഡാഡിയിൽ ഇതിലിപ്പോൾ ഉള്ള റേറ്റ് 3.29 ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രൈസിൽ 66 രൂപ 45 പൈസ. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ടാക്സ് സൗദിയിലത്തെ സംഗതി ഇതെല്ലാം വരുമ്പോൾ ഇതാവും. സംഗതി ഗോഡാഡി എയിലാണ് വരുന്നതെങ്കിലും നമുക്ക് സൗദി റിയാൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിനനുസരിച്ച് ഇത് കറക്റ്റ് ഒരു ഡോളറിൻ്റെ എന്താ പറയുക കൺവേർഷൻ റേറ്റിലാണ് സംഗതി വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സംഭവം ചെക്ക് ചെയ്ത് നോക്കാം. ജാസ്കോഡിങ്സ് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് ഉണ്ടല്ലോ. justcodings.com അവൈലബിൾ ആണ്. ഇത് ഞാൻ മുമ്പ് ഒരു വർഷത്തോളം കൊണ്ടുവരുന്ന ഡൊമൈൻ തന്നെ ആയിരുന്നു. കാരണം ഒരു വർഷം മുമ്പ് ഞാനിത് കൊണ്ടു നടന്നു. പിന്നെ ഓഫർ തീർന്നപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും ഇവരോട് ലിസ്റ്റ് ചെയ്ത് വീണ്ടും എടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ 69 റിയാൽ കൊടുക്കണേ. നമ്മളെന്തിനാണ് കൊടുത്ത് അത്രയ്ക്ക് പൊട്ടിക്കുന്നത്? കാരണം ലാസ്റ്റ് ടൈം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ അതവിടെ നമുക്ക് ഇതിൻ്റെ കുറേ സജഷൻസ് കാണിച്ചു തരും. justcodings.com എനിക്ക് എന്നുള്ള സംഗതിയിലുണ്ട് അധികം താല്പര്യം. അപ്പോൾ നമുക്ക് ഈ സംഗതി കാർട്ടിലേക്ക് പോയി സംഭവം ആഡ് ചെയ്തിട്ട് കാർട്ടിലേക്ക് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതായത് പ്രൈവസി പ്രൊട്ടക്ഷൻ ബാക്കി സംഗതിയൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ അതൊന്നും വേണ്ട. കാരണം അതൊക്കെ നമ്മളെ ഫ്യൂച്ചറിൽ നല്ലൊരു ചാർജ് വരും. കാരണം ഇത് 59 റിയാൽ അതിന് നമ്മളുണ്ടാക്കുന്ന വെബ്സൈറ്റിന് ഇപ്പോൾ എന്തായാലും കാണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രൈവറ്റായി കൊടുക്കണമെങ്കിൽ ഇതാക്കുക. അതുപോലെ സ്റ്റാർട്ട് വെബ്സൈറ്റ് ഫോർ ഫ്രീ എന്നുള്ള സംഗതി എടുത്താൽ നല്ലൊരു പൈസ പോകും. കാരണം ഇവന്മാരെ ഇതിൽ ഡിസൈൻ ചെയ്തൊക്കെ ആയിട്ട് അതിന് ഇവന്മാരെ ഹോസ്റ്റിങ് അത് ഇത് നല്ല പൈസ പോകും. അതെടുക്കണ്ട. അതുപോലെ ലിനക്സ് വെബ് ഹോസ്റ്റിങ് അതും വേണ്ട. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കേണ്ടി നമ്മുടെ ഹോസ്റ്റിങ്ങിൻ്റെ പാർട്ടാകുമ്പോൾ വരും. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കാണാം. പിന്നെ വേറെ സംഗതിയൊന്നുമില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ആൻഡ്രോയിഡ് മോഡൽ അഗ്രി കൊടുത്ത് പോയാൽ നല്ലൊരു ക്യാഷ് പോകും. പിന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ കാണുന്ന 2 ഇയറിനുള്ള നമുക്ക് നേരെ 1 ഇയറിലേക്ക് മാറ്റാം. കാരണം 2 ഇയർ ആകുമ്പോൾ നല്ലൊരു പൈസ പോകും. കാരണം ഫുൾ പേയ്മെൻറ്റ് അടിക്കണം. ഇത് സെക്കൻഡ് ഇയറിന് ഫുൾ പേയ്മെൻ്റ് ഇല്ല, എന്നാലും 30 അതായത് ഒരു ഹാഫ് ഡിസ്കൗണ്ട് ഉണ്ട് നമുക്കതിൽ. എന്നാൽ ടോട്ടൽ ഒരു 70% ഡിസ്കൗണ്ട്. 41 റിയാലിന് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ എൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ എന്താ പറയുക റിന്യൂ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഇതന്നെ നമ്മളിനി ഇയർ കൂട്ടിയിട്ടുള്ള പ്ലാൻ എടുത്താൽ നമുക്ക് അതിലും നല്ല പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ പ്ലാൻ അങ്ങനെയാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ 4ഓളം വെബ്സൈറ്റ് ചെയ്ത് അതെല്ലാം പ്രോഫിറ്റ് വരാതായപ്പോൾ ഞാൻ പതുക്കെ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. ലാഭമില്ലാതെ കച്ചവടം കൊണ്ടു നടക്കരുതെന്നാണ് എൻ്റെ ഒരു സിസ്റ്റം. ഇപ്പം 4.17 ഇപ്പോഴത്തെ ഈ ടാക്സ് അടക്കം വെച്ചിട്ട് ഇപ്പോഴുള്ള 15% ആയിട്ടുണ്ട് സൗദി ടാക്സ്. അപ്പോൾ അതിൻ്റെ ടാക്സ് വേറെ വരും. നിങ്ങൾ ഏത് രാജ്യത്തെന്ന് വെച്ചാൽ അതിൻ്റെ ടാക്സ്. ഇന്ത്യയിലാകുമ്പോൾ മറ്റേ GST വേറെ സംഭവം. നമുക്കിനി വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് എംപ്റ്റി ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഈ സംഭവം വേണമെങ്കിൽ ഇതിനോട് നമുക്ക് ആ സൈഡിൽ നമ്മുടെ ഇമെയിൽ ID ബാക്കി സംഗതികളെല്ലാം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇമെയിൽ കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇതിൽ ഇമെയിൽ ചെയ്യാം. അതുപോലെ യൂസർ നെയിം നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും നമ്മുടെ ഇമെയിൽ ID ആണ്. നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്താണെങ്കിൽ നമുക്കൊരു യൂസർ ID കൊടുക്കാം. പക്ഷേ നമ്മുടെ സെയിം ഇത് കൊടുത്താൽ യുണീക്ക് അല്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വേർഡ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ കൊടുത്താൽ ഈസിയാണ്. അപ്പോൾ അതാ നല്ല യുണീക്ക് ബാക്കി സംഭവമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് കൊടുത്ത് അഗ്രി കൊടുത്ത് പോവാം. അതുപോലെ ഇവരുടെ പേഴ്സണലൈസ്ഡ് ഓഫേഴ്സൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഭയങ്കര സ്പാമിംഗ് ആണ് ഇവർ. ഇതാ നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോയാൽ അപ്പോൾ നമ്മളുടെ അഡ്രസ്സ് ബാക്കി സംഗതികളെല്ലാം ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയതുകൊണ്ട് ആ അഡ്രസ്സ് ബാക്കി സംഗതികളെല്ലാം സെപ്പറേറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പക്ഷെ നമ്മുടെ കാർഡിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ കാർഡ് ആഡ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക.
അതിനുശേഷം നമുക്ക് നേരെ കംപ്ലീറ്റ് പർച്ചേസ് പ്രസ് ചെയ്താൽ സംഗതി ഇതാവും. അതുപോലെ തന്നെ ഇതിൽ ഓർഗനൈസേഷൻ കമ്പനികളും അതുപോലെ സംഗതിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് ഐഡിയും ബാക്കിയെല്ലാം കൊടുത്ത് ടാക്സ് എക്സംഷൻ എടുക്കാം. പക്ഷേ 4 റിയാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വലിയ ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ടാക്സിൽ ഉള്ളത് കിട്ടിയാൽ അത് കിട്ടലാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ കംപ്ലീറ്റ് പർച്ചേസ് പ്രസ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം പ്രോസസ്സിങ് കാണിക്കും. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പേയ്മെൻറ്റ് ആണ്. എൻ്റെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഓപ്പൺ ആക്കി വെച്ചതാണ് ATM-ൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഓപ്പൺ ആക്കി വെക്കുക. അത് സിമ്പിളാണ്. ഏത് ബാങ്കാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിച്ച് നിർത്താൻ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഡൊമൈൻ റെഡിയാണ്. ഇവിടെ നമുക്ക് റെസിപ്റ്റ് അതുപോലുള്ള സംഗതിയൊക്കെ കിട്ടും. അതിന് നിങ്ങളൊരു കമ്പനി എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാഷ് റീഇൻവേസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കിവിടെ ടാക്സ് ബാക്കി സംഗതി എല്ലാം വന്ന് കിട്ടും. നമുക്കിത് പ്രിൻറ്റ് PDF കൊടുത്ത് നമുക്ക് PDF ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്കിനി ഇത് പ്രിൻ്റാക്കി തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ വളരെ സക്സസ്ഫുള്ളായി നമ്മുടെ വെബ്സൈറ്റ് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ വെബ്സൈറ്റ് കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഹോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്താണെന്നും അത് എങ്ങനെ ഫ്രീ ആയിട്ട് ₹1 പോലും ചിലവില്ലാതെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാമെന്നുള്ളതും അതിന് നമ്മുടെ 3ാമത്തെ ഭാഗത്തിൽ കാണിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാനും അതിൻ്റെ സെറ്റപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മറ്റു പാട്ടുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് ഫിയാസ്. ബൈ ഫ്രം ജാസ് കോഡിങ്സ്.